ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈബ്രേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ ഡയാറ്റോമിക് മോളിക്യൂൾസ്. ഒരു ഡയാറ്റോമിക് മോളിക്യൂൾസ്, അതായത് രണ്ട് മോളിക്യൂൾസ് ഒരു വൺ ഡയമെൻഷൻ്റെ കേസിലുള്ള വൈബ്രേഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൈബ്രേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ ഡയാറ്റോമിക് ലാറ്റീസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ രണ്ട് ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യണം. രണ്ട് ആറ്റം എന്ന് പറഞ്ഞത് ഒന്നാമത്തെ ആറ്റം M1 രണ്ടാമത്തെ ആറ്റം M2 ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ രീതിയിൽ വരും. ബ്ലാക്ക് ഡിനോട്ട് ചെയ്തേക്കുന്ന ഒന്നാമത്തെ ആറ്റം, വൈറ്റ് ഡിനോട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ ആറ്റം, അല്ലെങ്കിൽ രണ്ട് ആറ്റംസ്. അപ്പോൾ ഇത് M1 എന്ന് പറയുന്ന മാസാണ്, ഇത് M2 എന്ന് പറയുന്ന മാസ്. M1കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് A, M2കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും A. ഓക്കെ, അതായത് M1ഉം M2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ല, M1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. ഇതിനെ നമ്മളൊരു സ്പ്രിങ് വെച്ച് എന്ത് ചെയ്തിട്ടുള്ളൂ, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഈച്ച് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാവും, ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ഈ വൈബ്രേഷൻ്റെ ഫലമായിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് M1 എന്ന് പറയുന്ന മോളിക്യൂൾസ് ഒരു ഡിസ്പ്ലേസ് ചെയ്യും. ആ ഡിസ്പ്ലേസ് ചെയ്യുന്ന പൊസിഷൻ ഇതാണ്. ഡിസ്പ്ലേസ് ചെയ്തു. ഈ ഡിസ്പ്ലേസ് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇത് UX ആക്കി ഞാൻ എടുക്കുകയാണ്. അതിനാണെങ്കിൽ ഇത് UX+1, ഇത് UX-1 എന്നുള്ള പൊസിഷനിലേക്ക് എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഇനി സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ആറ്റം എന്ന് പറഞ്ഞത് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. രണ്ടാമത്തെ ആറ്റം ഷിഫ്റ്റ് ചെയ്യുന്നത് ഈ പൊസിഷൻ, ദിസ് വൺ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് VX, ഇത് VX+1, ഇത് VX-1 എന്നിങ്ങനെ ഇങ്ങനെയുള്ള പൊസിഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഇത് ഇക്വിലിബ്രിയം പൊസിഷനാണ്. നമ്മൾ ഒരു ഈച്ച് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഇതൊരു ചേഞ്ച്, ആറ്റത്തിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു. സോ ആറ്റം എന്ന് പറയുന്നത് M1 എന്ന് പറയുന്ന ആറ്റത്തെ ഡിസ്പ്ലേസ് ചെയ്തത് U എന്ന് പറയുന്ന ലെക്ചർ വെച്ചിട്ടാണ്. രണ്ടാമത്തെ M2 എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് V വെച്ചിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം M1 എന്ന് പറയുന്ന ആറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് എഴുതണം. അപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ, M1 d² US divided by dt² is equal to C into UX ആണ്. അപ്പോൾ ഇവിടെയുള്ള ആറ്റം എന്ന് പറയുന്നത്, പൊസിഷൻ എന്ന് പറയുന്നത് VX പ്ലസ് ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ആറ്റം VX-1 മൈനസ് 2 UX എന്നുള്ള രീതിയിലായിരിക്കും എന്ത് വരിക, ഇക്വേഷൻ ഓഫ് മോഷൻ വരുന്നത്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ചെയ്തതാണ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് M2 d² VX divided by dt² is equal to C into VX. അതിന് തൊട്ട് മുമ്പുള്ളത് UX+1, അതിൻ്റെ തൊട്ട് ബാക്കിലുള്ളത് UX മൈനസ് 2 VX. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 കിട്ടി, ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇനി നമ്മൾ പറഞ്ഞു UX-ഉം VX-ഉം ഒരു സിമ്പിൾ ഹാർമോണിക്കിൻ്റെ റിലേഷനാണ്, മോഷനാണ്, ഓസിലേറ്ററാണ്. അപ്പോൾ അതിനൊരു സിമ്പിൾ ഹാർമോണിക്കിൻ്റെ ഇക്വേഷനിലാക്കി നമ്മൾ എഴുതുകയാണെങ്കിൽ US ക്യാൻ ബി റിട്ടൺ ആസ് A ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് I ഇൻറ്റു SKA മൈനസ് ωt ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ VX is equal to B ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് I ഇൻറ്റു SKA മൈനസ് ωt എന്നുള്ള രീതിയിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ US-ഉം VS-ഉം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. സോ ഈ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ M1 ഇൻറ്റു മൈനസ് ω² UX is equal to C ഇൻറ്റു VX-ന് പകരം B ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് I SKA എക്സ്പൊണൻഷ്യൽ ഓഫ് I ωt എന്ന് എഴുതാം. VX-1 നമുക്ക് എഴുതാം B ഇൻറ്റു e⁻⁻⁰ SKA e⁻⁻⁰
ഐ കെ എ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി, അതായത് എക്സിന് പകരം S-1 കൊടുക്കേണ്ടി വരും. മൈനസ് 2ux എ ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് ഐ എസ് കെ എ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ യു എക്സിന് പകരം എന്ത് ചെയ്യാം, എ ഇൻറ്റു ഇ റേസ് ടു ഐ എസ് കെ എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് M1 ഒമേഗ സ്ക്വയർ. ഇവിടെ ഇ റേസ് ടു ഐ എസ് കെ എ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടീൻ്റെ ഇവിടെ ആ ടേം വരുന്നുണ്ട്, ഇവിടെയും ആ ടേം വരുന്നുണ്ട്, ഇവിടെയും ആ ടേം വരുന്നുണ്ട്. സോ ക്യാൻസൽ ടു ഓൾ. അപ്പോൾ മൈനസ് M1 ഒമേഗ സ്ക്വയർ എ ഈക്വൽ ടു സി ഇൻറ്റു ബി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ കെ എ മൈനസ് 2a എന്ന് കിട്ടും. ദെൻ എ വരുന്ന ടേമെല്ലാം നമുക്ക് ഒരുമിച്ച് എഴുതാം, ബി വരുന്ന ടേമിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്താം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇവിടെ എ വരുന്ന ടേമുണ്ട്, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ മൈനസ് ആണ്, അതെന്തായിട്ട് മാറും, പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ 2c മൈനസ് M1 ഒമേഗ സ്ക്വയർ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു, പിന്നെ ബി വരുന്ന ടേം ഇവിടെ ഉണ്ട്, അത് നമ്മൾ കോമൺ ആക്കി പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ബി സി ഇൻറ്റു 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ കെ എ ഇസ് എന്ന് കിട്ടും. ഇതിനോട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ മൈനസ് ചെയ്താൽ ഇസ് ഈക്വൽ ടു 0. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി വി എക്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സിമിലർലി നമുക്ക് 2c മൈനസ് M2 ഒമേഗ സ്ക്വയർ ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു എ 1 പ്ലസ് ഇ റേസ് ടു ഐ കെ എ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇനി നമുക്ക് എയും ബിയും കാണണം. അതിനുവേണ്ടി നമുക്ക് ഡിറ്റർമിനൻ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. ഡിറ്റർമിനൻ്റ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ 2c മൈനസ് M1 ഒമേഗ സ്ക്വയർ, എൻ്റെ കോഫിഷ്യൻ്റ്, ബിയുടെ കോഫിഷ്യൻ്റ് മൈനസ് സി 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ കെ എ. ഇക്വേഷൻ നമ്പർ 2 എൻ്റെ കോഫിഷ്യൻ്റ് എന്നുള്ളത് മൈനസ് സി 1 പ്ലസ് ഇ റേസ് ടു ഐ കെ എ 2c മൈനസ് M2 ഒമേഗ സ്ക്വയർ ഇസ് ഡിറ്റർമിനൻ്റ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 2c മൈനസ് M1 ഒമേഗ സ്ക്വയർ ഇൻറ്റു 2c മൈനസ് M2 ഒമേഗ സ്ക്വയർ മൈനസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സി സ്ക്വയർ 1 പ്ലസ് ഇ റേസ് ടു ഐ കെ മൈനസ് ഐ കെ എ ഇൻറ്റു 1 പ്ലസ് ഇ റേസ് ടു ഐ കെ എ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4c സ്ക്വയർ മൈനസ് 2c ഇൻറ്റു M2 സ്ക്വയർ മൈനസ് 2c ഇൻറ്റു M1 സ്ക്വയർ. സോ മൈനസ് 2c ഇൻറ്റു M1 പ്ലസ് M2 ഒമേഗ സ്ക്വയർ പ്ലസ് M1 M2 ഒമേഗ റേസ് ടു 4 എന്ന് കിട്ടും. മൈനസ് സി സ്ക്വയർ ഇൻറ്റു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് ഇ റേസ് ടു ഐ കെ എ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ കെ എ പ്ലസ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു 0 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു 0. കിട്ടിയാൽ ഇ റേസ് ടു മൈനസ് ഐ കെ എ ഇൻറ്റു ഇ റേസ് ടു ഐ കെ എ ഇ റേസ് ടു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 4c സ്ക്വയർ മൈനസ് 2c M1 പ്ലസ് M2 ഒമേഗ സ്ക്വയർ പ്ലസ് M1 M2 ഒമേഗ റേസ് ടു 4 മൈനസ് സി സ്ക്വയർ. ഇവിടെ 1 പ്ലസ് 1 2 പ്ലസ് ഇ റേസ് ടു ഐ കെ എ പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ കെ എ 2 കോസ് കെ എ ഈക്വൽ ടു 0. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4c സ്ക്വയർ മൈനസ് 2c M1 പ്ലസ് M2 ഒമേഗ സ്ക്വയർ പ്ലസ് M1 M2 ഒമേഗ റേസ് ടു 4 മൈനസ് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2c സ്ക്വയർ
minus 2c square cos ka is equal to 0. 4c square minus 2c square, that is 2c square എന്ന് വരും. ഈ ആദ്യം ടൈം നമ്മൾ m1 m2 omega raised to 4 എഴുതി മൈനസ് 2c ഇൻറ്റു m1 പ്ലസ് m2 omega സ്ക്വയർ എന്ന് കിട്ടി. പിന്നെ 4c സ്ക്വയർ മൈനസ് 2c സ്ക്വയർ, ദാറ്റ് ഈസ് 2c സ്ക്വയർ മൈനസ് 2c സ്ക്വയർ കോസ് കെ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ m1 m2 omega raised to 4 minus 2c into m1 plus m2 omega square plus 2c square into 1 minus cos ka is equal to 0. This is a quadratic equation. Omega raised to 4 omega square and constant. So this value is equal to omega square is equal to minus b, that is 2c m1 plus m2 omega m1 plus m2 plus or minus root of b square 4c square m1 plus m2 square minus 4 into a into c, that is 8 c square 1 minus cos ka all divided by 2 into a, that is equal to 2c m1 plus m2 plus or minus ഇവിടെ 4c സ്ക്വയർ ഉണ്ട്, ഇവിടെ 8 ഇൻറ്റു m1 പ്ലസ് m2 എന്നുണ്ട്. സോ നമ്മളെന്ത് ചെയ്യുന്നു, ഈ 8ന് നമുക്ക് 2 ഇൻറ്റു 4 എന്ന് കൊടുക്കാം. അതിനാണെങ്കിൽ 4 കോമൺ ആക്കി നമുക്ക് പുറത്തേക്ക് എടുത്താൽ 2 വരും. സി സ്ക്വയറും കോമൺ ആക്കി എടുത്താൽ 2c വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു m1 m2 1 മൈനസ് കോസ് ka 2 സൈൻ സ്ക്വയർ ka ഡിവൈഡഡ് ബൈ 2 all divided by 2 m1 m2, that is equal to 2 ക്യാൻസൽ ചെയ്തു, ഇതിന് സ്പ്ലിറ്റ് ചെയ്യാം. 2 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ c ഇൻറ്റു m1 പ്ലസ് m2 ഡിവൈഡഡ് ബൈ m1 m2 പ്ലസ് ഓർ മൈനസ് 2 ക്യാൻസൽ ചെയ്ത് പോയി c ഇൻറ്റു ഈ ഓക്കെ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് m1 plus m2 whole square minus 4, 2 into 2 4 m1 m2 sin square ka divided by 2 divided by m1 m2. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കൊന്നുകൊണ്ട് റെഡ്യൂസ് ചെയ്യാം, നിർബന്ധമില്ല. c ഇൻറ്റു 1 divided by m1 plus 1 divided by m2 plus or minus c into root of ഈ m1 m2നെ ഞാൻ ഉള്ളിലേക്ക് എടുക്കണം, അപ്പോൾ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ m1 plus m2 divided by m1 m2 ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് 1 divided by m1 plus 1 divided by m2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. മൈനസ് ഇവിടെ മൾട്ടിപ്ലൈ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ m1 m2 ക്യാൻസൽ ചെയ്ത് ഡിനോമിനേറ്ററിൽ വരും 4 ഇൻറ്റു sin square ka divided by 2 divided by m1 m2 എന്ന് കിട്ടും. ദിസ് ഈസ് ദ ഒമേഗ സ്ക്വയർ. ഓക്കെ, ദിസ് ഈസ് ദ ജനറൽ ഇക്വേഷൻ ഫോർ ദ ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഒമേഗ സ്ക്വയറിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടി. ഇനി ഇവിടെ നോക്കാം, ഇവിടെ ഒമേഗ സ്ക്വയറിന് 2 വാല്യൂ ഉള്ളത്, ഒന്ന് പ്ലസും ഒന്ന് മൈനസും വരുന്നുണ്ട്. അപ്പോൾ പ്ലസും മൈനസിനനുസരിച്ച് നമുക്ക് ഈ കിട്ടിയ കേസിനെ നമുക്ക് രണ്ടായിട്ട് പറയാൻ പറ്റും. അതായത് പോസിറ്റീവാണ് വരുന്നതെങ്കിൽ പോസിറ്റീവ് സൈനാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് വേവിനെ അല്ലെങ്കിൽ ബ്രാഞ്ചിനെ നമ്മൾ ഒപ്റ്റിക്കൽ ബ്രാഞ്ച് എന്നാണ് പറയുക. ഒപ്റ്റിക്കൽ ബ്രാഞ്ച്. അതല്ല നെഗറ്റീവ് സൈനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഫ്രം ദിസ്, ഇപ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ഇവിടെ ഒമേഗ പ്ലസ് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി നെഗറ്റീവാണ് കൊടുക്കുന്നതെങ്കിൽ വി ക്യാൻ ഗെറ്റ് അക്വസ്റ്റിക്കൽ ബ്രാഞ്ച് ഓർ വേവ്.
അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒമേഗ മൈനസ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി രണ്ട് കേസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം, ഒപ്റ്റിക്കൽ ബ്രാഞ്ചും അക്വസ്റ്റിക്കൽ ബ്രാഞ്ചും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒപ്റ്റിക്കൽ ബ്രാഞ്ചിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ബ്രാഞ്ചിൻ്റെ റിലേഷൻ എന്നാണ് നമ്മൾ എടുത്തതാണ്, പ്ലസ് സൈൻ മാത്രം കൊടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഒമേഗ പ്ലസ് സീക്വൽ ടു സി ഇൻറ്റു 1 ഡിവൈഡ് ബൈ m1 പ്ലസ് 1 ഡിവൈഡ് ബൈ m2, ദിസ് ഈസ് എ പ്ലസ്, ഓക്കെ, പ്ലസ് സി ഇൻറ്റു റൂട്ട് ഓഫ് 1 ഡിവൈഡ് ബൈ m1 പ്ലസ് 1 ഡിവൈഡ് ബൈ m2 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു സൈൻ സ്ക്വയർ കെ എ ഡിവൈഡ് ബൈ 2 ഡിവൈഡഡ് ബൈ m1 m2 എന്നാണ്. അത് പോസിറ്റീവ് സൈൻ കൊടുത്തു. ഇനി നമുക്ക് പല കണ്ടീഷൻസും നോക്കണം. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസിയാണ്. ലോ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് ഈസ് ഇൻഫിനിറ്റി. വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. വേവ് ലെങ്ത് ഇൻഫിനിറ്റി എന്ന് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കെ സീക്വൽ ടു 2π ഡിവൈഡ് ബൈ ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ കെ സീക്വൽ ടു 0 എന്ന് വന്നു. സൈൻ 0 ആണെങ്കിൽ സൈൻ സ്ക്വയർ കെ എ ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി സീക്വൽ ടു 0 എന്ന് വരും. കെൻ്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഒമേഗ പ്ലസ് സീക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? സി ഇൻറ്റു 1 ഡിവൈഡ് ബൈ m1 പ്ലസ് 1 ഡിവൈഡ് ബൈ m2 പ്ലസ് സി ഇൻറ്റു റൂട്ട് ഓഫ് 1 ഡിവൈഡ് ബൈ m1 പ്ലസ് 1 ഡിവൈഡ് ബൈ m2 ഹോൾ സ്ക്വയർ മൈനസ് 0 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ സ്ക്വയറുണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ സി ഇൻറ്റു 1 ഡിവൈഡ് ബൈ m1 പ്ലസ് 1 ഡിവൈഡ് ബൈ m2 പ്ലസ് സി ഇൻറ്റു 1 ഡിവൈഡ് ബൈ m1 പ്ലസ് 1 ഡിവൈഡ് ബൈ m2 എന്ന് എഴുതാം. ഫ്രം ദിസ് ഒമേഗ സ്ക്വയർ ആണ് കേട്ടോ, സോറി ഇവിടെ പ്ലസ് സ്ക്വയർ ഉണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2c 1 ഡിവൈഡ് ബൈ m1 പ്ലസ് 1 ഡിവൈഡ് ബൈ m2. ദിസ് ഈസ് ദ ഒമേഗ പ്ലസ് സ്ക്വയർ. അതായത് ഒരു ലോ ഫ്രീക്വൻസി ആയിരിക്കുന്ന സമയത്തുള്ള വേവ് ലെങ്ത് ഫ്രീക്വൻസിയുടെ റിലേഷനാണ് 2c ഇൻറ്റു 1 ഡിവൈഡ് ബൈ m1 പ്ലസ് 1 ഡിവൈഡ് ബൈ m2 ഓർ ഒമേഗ പ്ലസ് സീക്വൽ ടു റൂട്ട് ഓഫ് 2c 1 ഡിവൈഡ് ബൈ m1 പ്ലസ് 1 ഡിവൈഡ് ബൈ m2 എന്നെഴുതാം. ദിസ് ഈസ് ദ റിലേഷൻ അറ്റ് ദ കെ സീക്വൽ ടു 0. കെ സീക്വൽ ടു 0 ആവുന്ന സമയത്തുള്ള റിലേഷനാണ്, ഡിസ്പെർഷൻ റിലേഷനാണ്. അതായത് കെക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. ദിസ് ഡിസ്പെർഷൻ റിലേഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് കെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ ഹൈ ഫ്രീക്വൻസി ഓർ ലോ വേവ് ലെങ്ത് ഈസ് വെരി ലോ. ഇപ്പോൾ കെൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ലോ വേവ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ കെൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും, കേസ് ഇൻഫിനിറ്റി ഓർ മാക്സിമം വാല്യൂ. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ കെ എ ഡിവൈഡ് ബൈ 2 എന്നതിൻ്റെ വാല്യൂ. കെ എത്ര മാക്സിമം ആണെങ്കിൽ പോലും സൈനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ലിമിറ്റിംഗ് വാല്യൂ ആണ്. -1 മുതൽ +1 വരെയുള്ളൊരു ലിമിറ്റിംഗ് വാല്യൂ ആണ് എന്തിനുള്ളത്? സൈനിനുള്ളത്. സോ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി സീക്വൽ ടു 1. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി സീക്വൽ ടു 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒമേഗ പ്ലസ് സീക്വൽ ടു എങ്ങനെ എഴുതാം? സ്ക്വയർ സീക്വൽ ടു സി ഇൻറ്റു 1 ഡിവൈഡ് ബൈ m1 പ്ലസ് 1 ഡിവൈഡ് ബൈ m2 പ്ലസ് റൂട്ട് ഓഫ് സി ഇൻറ്റു 1 ഡിവൈഡ് ബൈ m1 പ്ലസ് 1 ഡിവൈഡ് ബൈ m2 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു m1 m2 എന്നെഴുതാം. 4 ഇൻറ്റു m1 m2 എന്നെഴുതിക്കൂടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു 1 ഡിവൈഡ് ബൈ m1 പ്ലസ് 1 ഡിവൈഡ് ബൈ m2 പ്ലസ് റൂട്ട് ഓഫ് സി ഇൻറ്റു 1 ഡിവൈഡ് ബൈ m1 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ സി ഈസ് ഔട്ട്സൈഡ് m2 സ്ക്വയർ പ്ലസ് 2 ഡിവൈഡ് ബൈ m1 m2 മൈനസ് 4 ഡിവൈഡ് ബൈ m1 m2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു 1 ഡിവൈഡ് ബൈ m1 പ്ലസ്
1 divided by m2 plus c into root of 1 divided by m1 minus 1 divided by m2 whole square. ഇവിടെ പ്ലസ് ഉള്ളത് മൈനസ് ആയിട്ട് മാറും. ഞാനിവിടെ 2 മൈനസ് 4 1/2 വരും, മൈനസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ മൈനസ് 2 m1 m2 എന്ന് വരും. 2 divided by m1 m2 അത് ഇതിൻ്റെ എക്സ്പെൻഷനാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ സ്ക്വയർ റൂട്ട് ഒഴിവാക്കുമ്പോൾ എന്ത് വന്നു? c 1 divided by m1 plus 1 divided by m2 minus c into 1 divided by m1 minus 1 divided by m2 whole square. This is plus. ഇവിടെ മൈനസ്, സോറി സ്ക്വയർ പോവും. ഓക്കെ, അപ്പോൾ m2ൻ്റെ കംപ്ലീറ്റ് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 2c ഡിവൈഡഡ് ബൈ m1 എന്ന് കിട്ടും. ഒമേഗ പ്ലസ് സ്ക്വയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒമേഗ പ്ലസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2c ഡിവൈഡ് ബൈ m1. 2c ഡിവൈഡ് ബൈ m1. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? m1 എന്ന് പറഞ്ഞാൽ ഇഫ് ടേക്കൺ ആസ് m1 ഇസ് ലൈറ്റർ മാസ്. ഓക്കെ, ലൈറ്റർ മാസ് നമ്മൾ തുടക്കത്തിൽ പറയാൻ പോയതാണ്. m1 എന്ന് പറയുന്നത് ലൈറ്ററും m2 എന്ന് പറയുന്നത് എയർ മാസായിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ m1 എന്ന് പറയുന്ന മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണെന്ത്? ഒമേഗ പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാക്സിമം വാല്യൂ കെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? സൈൻ സ്ക്വയർ കെ എ ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 1. അപ്പോൾ സൈനിൻ്റെ ഏത് വാല്യൂലാണ് 1 വരിക? π/2 അല്ലേ? അപ്പോൾ കെ എ ബൈ 2 എന്ന് പറയുന്നത് π/2 ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കെ ഈക്വൽ ടു π/a എന്ന് എഴുതാം, പ്ലസ് ഓർ മൈനസ്. ഇറ്റ് മീൻസ് ദാറ്റ് ഈ ബിഹേവിയർ കാണിക്കുന്നത് എവിടെയായിരിക്കും? സോൺ ബൗണ്ടറിയിലായിരിക്കും. അതായത് ഫസ്റ്റ് ബ്രില്യൻറ്റ് സോണിലായിരിക്കും എന്തുണ്ടാവുക? ഈ ഒരു ബിഹേവിയർ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒപ്റ്റിക്കൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾ. അപ്പോൾ കെൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് π/a ആയിരിക്കും. പിന്നെ മിനിമം വാല്യൂ 0. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസിയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഫ്രം കെ ഈക്വൽ ടു 0 ടു കെ ഈക്വൽ ടു π/a ആയിരിക്കും, പ്ലസ് ഓർ മൈനസ് π/a. അതിൻ്റെ കേസിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? റൂട്ട് ഓഫ് 2c 1 ഡിവൈഡ് ബൈ m1 പ്ലസ് 1 ഡിവൈഡ് ബൈ m2 മുതൽ ഈ റേഞ്ച് മുതൽ റൂട്ട് ഓഫ് 2c ഡിവൈഡ് ബൈ m1 എന്നുള്ള റേഞ്ച് വരെ ആയിരിക്കും എന്തുണ്ടാവുക? ഒപ്റ്റിക്കൽ ബ്രാഞ്ചിൻ്റെ ബിഹേവിയർ കാണിക്കുക. അതായത് ഫ്രീക്വൻസി ഈ റേഞ്ചിൽ ആയിരിക്കും ഒപ്റ്റിക്കൽ ബ്രാഞ്ചിൻ്റെ ബിഹേവിയർ. ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അക്വസ്റ്റിക് കൂടി കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനി നമുക്ക് അക്വസ്റ്റിക് പറയണം.